വെറുതെ അല്ല ഇതിന് മുള്ളെന്ന് പേര് വന്നത്. പേര് പോലെ തന്നെ നിറച്ചും മുള്ളാണ്. കഴുകുമ്പോഴൊക്കെ ഒന്ന് കുത്തി കയറും നമ്മുടെ കയ്യിലൊക്കെ. പിന്നെ മുള്ളൊക്കെ നല്ല ഹാർഡാണ് കേട്ടോ. ഇതിപ്പോൾ മൊത്തം ഒന്ന് കഴുകി വറുത്തെടുക്കാനൊന്നല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നാളത്തേക്ക് നമുക്ക് കുറച്ചെടുത്ത് വറുക്കാമല്ലോ. അങ്ങനെ മീനൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ച് കിട്ടണം. അപ്പോൾ അത് മിക്സിലിടാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മിക്കല്ലിലെടുത്ത് ഇങ്ങനെ ഇടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് കയ്യിൽ നിന്ന് വഴുതി പോകുന്നൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പിടിച്ചതിന് നല്ല ഇടി കൊടുത്തിട്ട് ഏകദേശം ഒരു ചതച്ച പരുവത്തിലേക്ക് എടുക്കണം. ആ ചതച്ച പരുവമാണ് നമുക്ക് മീൻ വറക്കാനായിട്ട് വേണ്ടത്. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. അതും കൂടി ഒഴിച്ച് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ടിട്ട് നല്ലപോലെ തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി വെച്ച് മീൻ എന്നോട് എന്തോ ദേഷ്യം ചെയ്തപോലെ ഞാനതിനെ തലങ്ങും വിലങ്ങും കണ്ട ഭാഗത്തൊക്കെ കയറി വരഞ്ഞ് മുറിച്ചിടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ മസാലക്കൂട്ടൊക്കെ അതിലേക്ക് നല്ലപോലെ പിടിക്കുള്ളൂ. ഇനി ഈ പേസ്റ്റ് നമ്മൾ ഈ മീനിലോട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തേക്കാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ പിടിച്ചോളും. കൈ നീറിയാലും നമുക്ക് ടേസ്റ്റോടെ കുറച്ച് കഴിക്കാമല്ലോ. മസാലയൊക്കെ പുരട്ടി വെച്ച് ഇനി കുറച്ച് നേരത്തേക്ക് അവരെ റെസ്റ്റ് എടുക്കാൻ വിടാം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് പൊരിക്കാൻ പോവല്ലേ. അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ പാവങ്ങൾ. ഇനി ഇതേ ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇത്തിരി എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കാൻ വെച്ച മീനിനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഫ്ലെയിമൊക്കെ ഇത്തിരി കൂട്ടി വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ മുരണം. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മുള്ള കേട്ടോ. പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാൽ ഏട്ടന് നല്ല വറുത്ത് മുരിഞ്ഞിരിക്കണം. നല്ലപോലെ മുരിഞ്ഞതാണ് കുറച്ചും കൂടി കഴിക്കാൻ ഇഷ്ടം. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആണെങ്കിൽ മുരിഞ്ഞ് നല്ലപോലെ മുരിയണതാണ് ഇഷ്ടം കേട്ടോ. മുമ്പ് വീട്ടിലേക്കുള്ള സമയത്ത് ഞങ്ങൾ കൂടുതലും ഉണക്കയാണ് കേട്ടോ വാങ്ങാറ്. അത് നല്ലപോലെ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിനും കഞ്ഞിക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കൂടുതലും നമ്മുടെ വീട്ടിൽ പച്ചമത്തി അയിലേക്കാണ് കേട്ടോ വാങ്ങാറ്. അപ്പോൾ മത്തിയിലും അയിലയിലും നമ്മൾ ചിലപ്പോഴൊക്കെ അത് കറി വെക്കും, കുറച്ചെടുത്ത് നമ്മളത് വറുത്തും വെക്കും കേട്ടോ. അപ്പോൾ രണ്ടും ടേസ്റ്റാണ്. കറി വെച്ച് കഴിക്കുന്നതും ടേസ്റ്റാണ്, അതിനേക്കാൾ ടേസ്റ്റാണ് വറുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നത് നല്ല രസമാണ് കഴിക്കാൻ. കറി വെക്കുകയാണെങ്കിൽ തേങ്ങ അരച്ചും വെക്കും, തേങ്ങ അരക്കാതെയും വെക്കും. നമ്മളിപ്പോൾ 3 നേരത്തേക്ക് കൂടി ചിലപ്പോൾ വെക്കുകയാണെങ്കിൽ അത് തേങ്ങ അരച്ചിട്ടൊക്കെയാണ് കറി വെക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ ചാറൊക്കെ ആക്കിയിട്ട് വെക്കുക. അല്ല നമ്മൾ കുറച്ചായിട്ട് വെക്കുകയാണ്, ഒരു നേരം ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ ആയിട്ട് വെക്കണമെങ്കിൽ അത് ടൈറ്റ് ആയിട്ടൊന്നും എടുക്കും. ഏതാണ്ട് വേവൊക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ മീൻ വറുത്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൽ ചില ഭാഗമൊക്കെ കുറച്ചൊക്കെ ഒന്ന് പൊട്ടി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെപ്പോൾ മീൻ വറുത്താലും തിരിച്ചിടുമ്പോൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒന്ന് അതിൽ പറ്റി പിടിച്ചിരുന്നിട്ട് എനിക്ക് കിട്ടാതെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മളിനി കുറച്ച് ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക സാമ്പാർ പറയുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം നമ്മൾ നട്ട വെണ്ടയ്ക്കയാണ് കേട്ടോ. നട്ടതിൽ നിന്ന് നമുക്ക് കിട്ടിയ വെണ്ടയ്ക്കയാണ്. അപ്പോൾ തൊട്ട് കൂട്ടാനായിട്ട് ഞാനിവിടെ നാരങ്ങാച്ചാർ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ നെല്ലിക്കച്ചാറും ഉണ്ട്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ നെല്ലിക്കച്ചാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം നാരങ്ങാച്ചാറാണ് കേട്ടോ. ഈ നാരങ്ങാച്ചാർ അതിൽ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ തോളൂരിൻ്റെ നാരങ്ങാച്ചാർ തന്നെ വേണം. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാനിത് 3-4 ബോട്ടിലാണ് ഞാനിപ്പോൾ ഇത് വാങ്ങുന്നത്. ആദ്യം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ വീണ്ടും അത് തന്നെ പ്രത്യേകം പറഞ്ഞ ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നാരങ്ങ. ഇവരുടെ തോളൂരിൻ്റെ ഇവരുടെ തന്നെ വേറെ കുറേ അച്ചാറൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. നാരങ്ങാച്ചാർ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ വറുത്ത മീനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകണം. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങളും കൂടി കൂടിക്കോളൂ. ടാറ്റാ.